Hello everyone, welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് ആസ്പിറൻസിനും അതേപോലെ മാനേജ്മെന്റ് ആസ്പിറൻസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ഏരിയയാണ്. അതായത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് ട്രേഡിംഗ് ആണ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് കൺസെപ്റ്റ്, അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ ആദ്യം കുറേ MCQs വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം ബ്രീഫ്ലി ആ ടോപ്പിക് ഏരിയ മൊത്തം സമ്മറി ആയിട്ട് നമ്മൾ പറയും. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ആൻ ഇന്ത്യൻ ഇമ്പോർട്ടർ agrees today to buy $, for payment that will be made in 3 months from now at a fixed rate, it is an example of. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഫോർവേഡ് കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അതായത് if an Indian importer agrees today to buy $, for payment that will be made in 3 months. ഇപ്പോൾ എഗ്രി ചെയ്യുവാണ്, 3 മാസം കഴിഞ്ഞ് വാങ്ങിച്ചു കൊള്ളാം, 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇത്ര $, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങാൻ തയ്യാറാണ്, ഇപ്പോൾ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസിൽ. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? സോ സ്പോട്ട് ട്രാൻസാക്ഷൻ, ഫോർവേഡ് കോൺട്രാക്ട്, ക്യാഷ് ട്രാൻസാക്ഷൻ, ഓർബിട്രേജ്. വാട്ട് ഈസ് ദാറ്റ്? ഫോർവേഡ് കോൺട്രാക്ട്, റൈറ്റ്? ഫോർവേഡ് കോൺട്രാക്റ്റിന് എക്സാമ്പിൾ ആണ്. ടിപ്പിക്കലി ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഫോർവേഡ് ആണെങ്കിൽ അത് രണ്ട് പാർട്ടീസ് അങ്ങനെ അവർ തമ്മിൽ കസ്റ്റമൈസ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ്. ഇവിടെ 2 പാർട്ടീസ് ആണ്, അവർ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് ആണ്. അതിനകത്ത് എഗ്രി ചെയ്തിരിക്കുന്നത് എന്താണ്? $, വാങ്ങാം, ഓക്കെ, ആൻഡ് ദി പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ഇൻ 3 months. ഒരു ഫിക്സ്ഡ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ റേറ്റിന് $, വാങ്ങിച്ചു കൊള്ളാം എന്നുള്ള എഗ്രിമെന്റ് ആണ്. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്. എന്താണ് ഫോർവേഡ് കോൺട്രാക്ട്? എ ഫോർവേഡ് കോൺട്രാക്ട് ലോക്സ് ഇൻ ആൻ എക്സ്ചേഞ്ച് റേറ്റ് ടുഡേ ഫോർ ദി ട്രാൻസാക്ഷൻ ഇൻ ഫ്യൂച്ചർ, പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് കറൻസി മൂവ്മെന്റ്സ്. എന്തിനു വേണ്ടി ഒരു ഇമ്പോർട്ടർ ഇങ്ങനെയൊരു എമൗണ്ട് ലോക്ക് ചെയ്യുന്നത്? ബിക്കോസ് ഇന്നത്തെ റേറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റേറ്റിൽ നമുക്ക് $, കിട്ടണം, റൈറ്റ്? ബിക്കോസ് കറൻസിയുടെ മൂവ്മെന്റ്സ് എപ്പോഴും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, കറൻസിയിൽ അഡ്വേഴ്സ് മൂവ്മെന്റ്സ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ മുൻകൂട്ടി ആ പ്രൈസ് ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ അത്രയും ബെനിഫിഷ്യൽ ആണ്. അവിടെയാണ് ഫോർവേഡ് കോൺട്രാക്ട്സ് വരുന്നത്. സോ ഇതൊരു ഫോർവേഡ് കോൺട്രാക്റ്റിന് എക്സാമ്പിൾ ആയിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ: ദി സ്വിഫ്റ്റ് സിസ്റ്റം ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ. എന്താണ് സ്വിഫ്റ്റ് മെക്കാനിസം എന്നുള്ളതാണ്? സെറ്റിലിംഗ് ഡെയിലി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്, സെൻഡിങ് സെക്യൂർ പേയ്മെന്റ്സ് ആൻഡ് ട്രാൻസ്ഫർ മെസ്സേജസ് ബിറ്റ്വീൻ ബാങ്ക്സ് വേൾഡ് വൈഡ്. ബാങ്കുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്വിഫ്റ്റ് മെക്കാനിസം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സെൻഡിങ് സെക്യൂർ പേയ്മെന്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ മെസ്സേജസ് ബിറ്റ്വീൻ ബാങ്ക്സ് വേൾഡ് വൈഡ്. സോ സ്വിഫ്റ്റ് ഈസ് എ സെക്യൂർ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ദാറ്റ് ലെറ്റ്സ് ബാങ്ക്സ് കമ്മ്യൂണിക്കേറ്റ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ഗ്ലോബലി. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു ഫോറിൻ ബാങ്കിലേക്ക് ഒരു പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ അവിടെ വരണം. അപ്പോൾ അവർക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് എ ഫോറിൻ ബാങ്ക് നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇൻഫർമേഷൻ അവിടെ കൊടുക്കണം. അപ്പോൾ അത്തരം കമ്മ്യൂണിക്കേഷൻ, അത്തരം ഇന്റർ ബാങ്ക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അസഷൻ റീസൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി സ്പ്രെഡ് ബിറ്റ്വീൻ ദി ബൈയിങ് റേറ്റ്, ബിഡ് റേറ്റ്, ആൻഡ് സെല്ലിംഗ് റേറ്റ്, ആസ് റേറ്റ്, ഈസ് ദി സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ. ഫോറക്സ് ഡീലേഴ്സിനെ പറ്റിയാണ്. ഫോറക്സ് ഡീലേഴ്സിന്റെ ഇൻകം എന്താണ്? അതായത് അവർ വാങ്ങുന്ന റേറ്റ് ബൈയിങ് റേറ്റ്, അവർ വിൽക്കുന്ന റേറ്റ് സെല്ലിംഗ് റേറ്റ്, ഇതിനിടയിലുള്ള ആ ഗ്യാപ്പ്, അതല്ലേ അവരുടെ ഇൻകം. സോ പറഞ്ഞിരിക്കുന്ന അസർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. റീസൺ: ഡീലേഴ്സ് ബൈ ഫോറിൻ കറൻസി അറ്റ് എ ലോവർ പ്രൈസ് ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ ഹയർ പ്രൈസ്. ലോവർ പ്രൈസിൽ അവർ വാങ്ങുന്നു, വലിയ വിലയ്ക്ക് വെക്കുന്നു. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ സ്പ്രെഡ്, അവരുടെ ഇൻകം എന്ന് പറയുന്നത്. സോ അസർഷൻ പറയുന്നതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. സോ ദി റൈറ്റ് ആൻസർ ഈസ് both assertion and reason are true and reason explains assertion. Okay, അടുത്ത ക്വസ്റ്റ്യൻ: എ ക്യാഷ് ട്രാൻസാക്ഷൻ. നമ്മൾ ഫോറക്സ് ട്രാൻസാക്ഷനകത്ത് ക്യാഷ് ട്രാൻസാക്ഷൻ, സ്പോട്ട് ട്രാൻസാക്ഷൻ, ഫോർവേഡ് ട്രാൻസാക്ഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? എ ക്യാഷ് ട്രാൻസാക്ഷൻ ഇൻ എ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ജനറലി സെറ്റിൽസ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ എത്ര ദിവസങ്ങൾക്കുള്ളിൽ സെറ്റിൽ ചെയ്യുന്നുള്ളതാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് നോർമലി സെയിം ഡേയിൽ സെറ്റിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ സെയിം ഡേ സെറ്റിൽമെന്റ് ആണ്. സ്പോട്ട് ആണെങ്കിൽ, സ്പോട്ട് എന്നുള്ള ടേം കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, സ്പോട്ട് ആൻഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ടിപ്പിക്കലി സെറ്റിൽഡ് വിത്തിൻ 2
ബിസിനസ് ഡേയ്സ്. ക്യാഷ് ട്രാൻസാക്ഷൻ അന്ന് തന്നെ സെറ്റിൽ ചെയ്യുന്ന കൺസെപ്റ്റിനാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. 2 ദിവസത്തിനുള്ളിലാണ് ഈ എക്സ്ചേഞ്ച് സെറ്റിൽമെൻറ്റ് നടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു. ഇനി ആ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റി നമുക്കൊന്ന് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. റിലേറ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ആണ് പറഞ്ഞത്. ആദ്യം, വാട്ട് ഈസ് എ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ഇറ്റ് ഈസ് ദി ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് കറൻസീസ്. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസീസ് വാങ്ങാനുള്ള ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് ആണ് ഫോറക്സ് മാർക്കറ്റ്. സോ ലാർജസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദി വേൾഡ് ഓപ്പറേറ്റിംഗ് 24 hours അക്രോസ് ഓൾ ടൈം സോൺസ്. എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. 24 hours റൺ ചെയ്യുന്ന മാർക്കറ്റായിട്ട് നമുക്ക് പറയാം. സോ ഇതുമായി ബന്ധപ്പെട്ട ചില ബേസിക് ഫാക്ട്സ് പറയുകയാണെങ്കിൽ, ഒരു സിംഗിൾ മാർക്കറ്റ് അല്ല ഇത്, ഒരു സിംഗിൾ ലൊക്കേഷനിൽ ഐഡന്റിഫൈ ചെയ്യുന്നതല്ല, ഇതൊരു ഫോറക്സ് നെറ്റ്വർക്കാണ്. അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സിംഗിൾ ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ബാങ്ക്സ്, ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ്. എല്ലായിടത്തും ഈ കറൻസി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കറൻസി ട്രാൻസാക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ പാർട്ടീസിന്റെയും ഒരു നെറ്റ്വർക്കാണ് യഥാർത്ഥത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡെയിലി ടേൺ ഓവർ ഈസ് അബൌട്ട് 7 trillion വേൾഡ് വൈഡ്. ഇത്രയും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ടൈമിംഗ്, ഏഷ്യ ആദ്യം ഓപ്പൺ ചെയ്യുന്നു ഫോറിൻ എക്സ്ചേഞ്ച്, ദെൻ യൂറോപ്പ്, US, ദെൻ ഏഷ്യ അഗെയിൻ. അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. 24 hours വരാനുള്ള കാരണം അതാണ്. മെയിൻ പാർട്ടിസിപ്പൻസ് ആർ, ഈ ഒരു ഫോറക്സ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട മെയിൻ പാർട്ടിസിപ്പൻസ്. ഫസ്റ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദെയർ. അവരാണ് ഫോറക്സ് ട്രേഡ് പൂർണ്ണമായിട്ട് തന്നെ മോസ്റ്റ് ഫോറക്സ് ട്രേഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡ് എന്ന് പറയുന്നത് എന്താ? വൺ കറൻസി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ. ഒരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ മെക്കാനിസം അത് ഹാൻഡിൽ ചെയ്യുന്ന ആരാ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്. സെൻട്രൽ ബാങ്ക് ഈ ഫോറക്സ് മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യും, റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. അവരുടെ കറൻസിയുടെ മൂല്യം നിലനിർത്താൻ വേണ്ടി, സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇന്റർഫിയറൻസ് സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. സോ ഇന്റർവീൻ ടു സ്റ്റെബിലൈസ് കറൻസി. ദെൻ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ്. ഇമ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് എന്ത് വേണം? കറൻസി സ്റ്റെബിലിറ്റി വേണം. അവർ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും കറൻസിയുടെ വാല്യൂവിൽ അഡ്വേഴ്സ് മൂവ്മെന്റ്സ് ഉണ്ടാവരുത്. അതിനുവേണ്ടി ദേ മേ എയ്തർ ബൈ ഓർ സെൽ കറൻസീസ് ടു പേ ഓർ റിസീവ് പേയ്മെന്റ്സ്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫണ്ട്സ്. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫണ്ട്, രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നമ്മളിപ്പോൾ FDI നടത്തുന്നു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അവരുടെ കറൻസി വാങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് നമ്മളുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കറൻസി വാങ്ങുവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലും ഈ എക്സ്ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ദെൻ സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ഓർബിട്രേജേഴ്സ്. സ്പെക്കുലേറ്റേഴ്സിനെ സംബന്ധിച്ച് കറൻസിയിലുള്ള വാല്യൂ വേരിയേഷൻ വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇനി ഓർബിറ്റർ ആരാ? ഓർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഓർബിട്രേജ് ചെയ്യുന്നവർ എന്താണ് ചെയ്യുന്നത്? രണ്ട് മാർക്കറ്റുകളിൽ സെയിം കറൻസിയുടെ വാല്യൂ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ $, വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സിൽ കൂടി കിടക്കുകയാണ്, മറ്റൊരു ഇൻഡെക്സിൽ കുറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ കുറവുള്ളിടത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൂടുതലുള്ളിടത്തുകൊണ്ട് വിൽക്കാം. അങ്ങനെ മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസിൽ നിന്നും ബെനിഫിറ്റ് നേടാൻ ശ്രമിക്കുന്നവരാണ് ആർബിട്രേജേഴ്സ്. അപ്പോൾ അതുവഴിയും റേറ്റ് ചേഞ്ചസിൽ നിന്നും ബെനിഫിറ്റ് നേടാൻ ശ്രമിക്കുന്ന പാർട്ടീസാണ് ഈ പറയുന്ന സ്പെക്കുലേറ്റേഴ്സും ഓർബിട്രേജേഴ്സും. സോ ദേ ട്രൈ ടു പ്രോഫിറ്റ് ഫ്രം സ്മോൾ റേറ്റ് ചേഞ്ചസ്. സോ ഇതാണ് മെയിൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. കൊമേഴ്ഷ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫണ്ട്സ് ആർ ദെയർ. മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഫണ്ട്സ് നമുക്ക് അതിനകത്ത് പറയാം. ദെൻ സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ഓർബിട്രേജേഴ്സ്. നൗ ടൈപ്സ് ഓഫ് ഫോറക്സ് ട്രാൻസാക്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയയാണ്. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ഇതിൽ നിന്ന് നമ്മൾ ചോദിക്കാം. ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ എന്താണ് കൺസെപ്റ്റ് എന്ന് പറയാം. സോ ആദ്യമായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ കറൻസി കൊടുക്കുന്നു, ഇന്ത്യൻ റുപ്പി കൊടുക്കുന്നു, $, വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സെയിം ഡേയിൽ നടക്കുന്ന സെറ്റിൽമെന്റ് ഉള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നോർമലി അത് റെയർ ആണ്. അർജന്റ് നീഡ്സിലൊക്കെ ഇത്തരം കൺവേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സ്പോട്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൺവേർഷൻ നടക്കുന്നത് 2 ദിവസത്തിനുള്ളിലായിരിക്കും. ഇതാണ് കോമൺലി കാണുന്ന കറൻസി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫോറക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സ്പോട്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും. ദെൻ ഫോർവേഡ് കോൺട്രാക്ട്സ്. ഫോർവേഡ് ആണെങ്കിൽ എന്താ? ഫ്യൂച്ചർ ഡേറ്റിലാണ്. ഒരു മാസത്തിനുള്ളിൽ വാങ്ങിച്ചു കൊള്ളാം, അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ വിറ്റുകൊള്ളാം, 6 മാസം കഴിഞ്ഞ് വിൽക്കാം. അങ്ങനെയുള്ള എഗ്രിമെന്റ്സ് ആണ് ഫോർവേഡിൽ വരുന്നത്. ഇന്ന് റേറ്റ് ഫിക്സ് ചെയ്യുന്നു, ഫ്യൂച്ചർ പേയ്മെന്റിലേക്ക് വേണ്ടിയുള്ള റേറ്റ് ഇന്നേ ഫിക്സ് ചെയ്യുന്ന ഒരു രീതി, അതാണ് ഫോർവേഡ്. ദെൻ ദർ ഇസ് സ്വാപ്പ് എഗ്രിമെന്റ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് നൗ ആൻഡ് റിവേഴ്സ് ലേറ്റർ. ഇപ്പൊ നമ്മൾ ആ കറൻസിയെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, പിന്നീട് നമ്മൾ അത് തിരിച്ചു കൊടുത്തോളാം എന്നുള്ള എഗ്രിമെന്റ് ആണ്. നമുക്കിപ്പോൾ ടെമ്പററി നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സ്വാപ്പ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോറക്സ് ട്രാൻസാക്ഷൻ: ക്യാഷ്, സ്പോട്ട്,
ഫോർവേഡ് ആൻഡ് സ്വാപ്പ്. ദെൻ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കണ്ട അതേ രീതിയിലുള്ള ടേംസ് ആണ്. ദർ ഈസ് സ്പോട്ട് റേറ്റ്. സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് റേറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ. നമുക്ക് ഇപ്പോഴത്തെ കറൻസി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എത്ര റേറ്റ് ഉണ്ടോ അതാണ് സ്പോട്ട് റേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഡേയ്സിനുള്ളിലായിരിക്കും. എന്നാൽ ഇന്നത്തെ റേറ്റ് ആയിരിക്കും, ആ റേറ്റിനെയാണ് സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർവേഡ് റേറ്റ് ഫിക്സ്ഡ് ടുഡേ ഫോർ ഫ്യൂച്ചർ സെറ്റിൽമെന്റ്. ഇന്ന് ഫിക്സ് ചെയ്യുന്നു, നമ്മൾ പറയുന്നു 85 റുപ്പീസിന് ഞാൻ $US 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാം. അങ്ങനെ എഗ്രിമെന്റ് വയ്ക്കുകയാണെങ്കിൽ അർത്ഥം എന്താണ്? ഇന്ന് ആ റേറ്റ് ഫിക്സ് ചെയ്തു, 85 റുപ്പീസിനാണ് $US തരാമെന്ന് എഗ്രി ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ഇന്ന് ഫിക്സ് ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് ട്രാൻസാക്ഷൻ വരുന്ന രീതിയാണെങ്കിൽ അത് ഫോർവേഡ് റേറ്റ് ആണ്. ദെൻ ദർ ഇസ് ബിഡ് റേറ്റ് അറ്റ് വിച്ച് ഡീലർ ബൈ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസി ഡീലേഴ്സ് അവർ വാങ്ങുന്ന റേറ്റിനെയാണ് ബിഡ് റേറ്റ് എന്ന് പറയുന്നത്. ആസ്ക് റേറ്റ് എന്ന് പറഞ്ഞാലോ അവർ വിൽക്കാൻ തയ്യാറാവുന്ന റേറ്റ് ആണ് ആസ്ക് റേറ്റ്. സോ റേറ്റ് അറ്റ് വിച്ച് ഡീലർ സെൽസ് ഫോറിൻ കറൻസി ഈസ് കോൾഡ് ആസ്ക് റേറ്റ്. സ്പ്രെഡ് കണ്ടാണല്ലോ, ഈ ബിഡ് റേറ്റും ആസ്ക് റേറ്റും നമ്മുടെ ഡിഫറൻസ് ആണ് അവരുടെ ഗെയിൻ. അതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് ആൻഡ് ബിഡ്, ആ സ്പ്രെഡിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീലറുടെ പ്രോഫിറ്റ്. സോ ദീസ് ആർ ദി ട്രേഡിംഗ് ടേംസ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ട്രേഡിംഗ് ടേംസ് ആണ് സ്പോട്ട് റേറ്റ്, ഫോർവേഡ് റേറ്റ്, ബിഡ് റേറ്റ്, ആസ്ക് റേറ്റ്, ദെൻ സ്പ്രെഡ്. സ്പ്രെഡ് ഓർത്തേക്കുക, പ്രോഫിറ്റ് എലമെന്റിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് ആൻഡ് ബിഡ് റേറ്റ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ കണ്ടത് സ്വിഫ്റ്റ് മെക്കാനിസം എന്താണെന്നാണ്. സ്വിഫ്റ്റ് മെക്കാനിസം എന്താണ് യഥാർത്ഥത്തിൽ? സ്വിഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ്, അത് ഓർത്തേക്ക് മനസ്സിലായി. ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ഒന്നുമല്ല സംഭവിക്കുന്നത്, കറൻസി മൂവ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ബാങ്കുകളെ അറിയിക്കുക. അപ്പോൾ ഇന്റർ ബാങ്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് സ്വിഫ്റ്റ്. ഓക്കെ, സോ എ സെക്യൂർ മെസ്സേജിംഗ് സിസ്റ്റം ദാറ്റ് ലെറ്റ്സ് ബാങ്ക് സെൻഡ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് വേൾഡ് വൈഡ്. ഇവിടെ നിന്നും പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ മറ്റൊരു ബാങ്കിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം. അത്രയും മാത്രമേ ഉള്ളൂ. പേയ്മെന്റ് കൺവേർഷൻ ഒന്നുമില്ല അവിടെ ആ ഇൻസ്ട്രക്ഷൻ ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തെയാണ് സ്വിഫ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇറ്റ് എൻഷുവേഴ്സ് ക്വിക്ക് ആൻഡ് സേഫ് ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫേഴ്സ്. ഫോർ എക്സാമ്പിൾ, വെൻ യു റെമിറ്റ് $1,000 ടു USA, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാങ്കിൽ റെമിറ്റ് ചെയ്തു, USA അയക്കാൻ വേണ്ടിയുള്ള $1,000. യുവർ ബാങ്ക് സെൻഡ്സ് സ്വിഫ്റ്റ് മെസ്സേജ് ടു US ബാങ്ക് വിത്ത് ഓൾ ഡീറ്റെയിൽസ്. നമ്മളുടെ ബാങ്ക് US ആർക്കാണോ അയക്കേണ്ട അവരുടെ ബാങ്കിലേക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് സ്വിഫ്റ്റ് മെസ്സേജ് അയച്ചു കൊടുക്കും. ഇത്ര $100 കിട്ടിയിട്ടുണ്ട്, ഇത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ആ ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് സ്വിഫ്റ്റ്. ദെൻ വൈ ട്രേഡ് ഇൻ ഫോറക്സ് മാർക്കറ്റ്? എന്തുകൊണ്ടാണ് ഫോറക്സ് മാർക്കറ്റ് ട്രേഡ്? എന്താണ് അതിനുള്ള റീസൺ? സോ ആസ് വി നോ, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് US നിന്നും ഗുഡ്സ് നമ്മൾ വാങ്ങുവാണെങ്കിൽ പേയ്മെന്റ് നടത്തേണ്ടത് ഏതിനാ? നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ പേയ്മെന്റ് നടത്തിയാൽ അവർ സ്വീകരിക്കുമോ? ഇല്ല, നമ്മൾ പേയ്മെന്റ് നടത്തേണ്ട അവരുടെ കറൻസിയിലാണ്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് ഫോറിനേഴ്സ് വാങ്ങുവാണെങ്കിൽ നമ്മുടെ കറൻസിയിൽ പേയ്മെന്റ് നടത്തണം. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ നമ്മുടെ കറൻസിയെ അവരുടെ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, അതേപോലെ അവരുടെ കറൻസിയെ നമ്മുടെ കറൻസിയിലേക്കും എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ സാഹചര്യങ്ങളിലാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ ആവശ്യം വരുന്നത്. സോ പേ ഫോർ ഇമ്പോർട്ട്, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഓയിൽ കമ്പനി പേയ്സ് സൗദി സപ്ലയർ. എന്തിനായിരിക്കണം പേ ചെയ്യേണ്ടത്? അവർ സ്വീകരിക്കുന്നത് $US ആണ്, $US പേയ്മെന്റ് നടത്തുക. ദെൻ ഗെറ്റ് എക്സ്പോർട്ട് പേയ്മെന്റ്സ് കിട്ടും. നടത്തുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവർ പേ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഇന്ത്യൻ IT ഫേം റിസീവ്സ് $US ഫ്രം US ക്ലയന്റിൽ നിന്നും $US റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വീകരിച്ചിട്ടുണ്ട്, ഫോറിൻ കറൻസി സ്വീകരിച്ചിരുന്നാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സ്, ഫോറിൻ ഷെയർസ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ ആ കറൻസി നമ്മുടെ കറൻസി അവരുടെ കറൻസിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. സ്പെക്കുലേഷൻ, ബൈ ഡോളേഴ്സ് എക്സ്പെക്ടിങ് റുപ്പീസ് ടു വീക്കൻ. നമ്മൾ ഇന്ന് ഡോളർ മേടിച്ചിരിക്കുന്നു, റുപ്പിയുടെ മൂല്യം ഇനിയും കുറയുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 90 ആകുന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ 85 രൂപയ്ക്ക് നമ്മൾ ഡോളർ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ 5 മാസം കഴിഞ്ഞ് 90 ആകുമ്പോൾ കൂടുതൽ വാല്യൂ നമുക്ക് കിട്ടും. ഇന്നത്തെ $US 5 മാസം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ കൂടുതൽ നമുക്ക് കിട്ടും. അത്തരം ബെനിഫിറ്റ് നേടിയെടുക്കാനാണ് സ്പെക്കുലേഷൻ വഴിയും ഇത്തരം ട്രാൻസാക്ഷൻസ് ഉണ്ടാകാം. ദെൻ ആർബിട്രേജും പോസിബിൾ ആണ്, പ്രോഫിറ്റിംഗ് ഫ്രം സ്മോൾ ഡിഫറൻസസ് ഇൻ റേറ്റ്സ് അക്രോസ് മാർക്കറ്റ്. രണ്ട് മാർക്കറ്റുകളിലെ റേറ്റിലുള്ള ഡിഫറൻസ്, ഒരു മാർക്കറ്റിൽ $US 85 കിടക്കുന്നു, മറ്റൊരു മാർക്കറ്റിൽ 84 കിടക്കുന്നു. അതുവഴി ബെനിഫിറ്റ് നേടിയെടുക്കാൻ ആ ചെറിയ വ്യത്യാസം
അതിൽ നിന്നും ബെനിഫിറ്റ് നേടിയെടുക്കാനും നമുക്ക് ഫോറക്സ് മാർക്കറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദി റീസൺസ് വൈ ട്രേഡ് ഹാപ്പൻ ഇൻ ഫോറക്സ് മാർക്കറ്റ്. ദെൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, സ്പോട്ട് റേറ്റിനെ പറ്റി പറഞ്ഞു. സ്പോട്ട് റേറ്റ് എന്താണ്? ബൈ ഓർ സെൽ കറൻസി ഫോർ ക്വിക്ക് ഡെലിവറി, 2 ദിവസത്തിനുള്ള ഡെലിവറി, അങ്ങനെയുള്ള രീതിയിലാണ് സ്പോട്ട് റേറ്റ് വരുന്നത്. ഫോർവേഡ് റേറ്റ്, ഇന്ന് റേറ്റ് ഫിക്സ് ചെയ്യുന്നു, ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും അതിന്റെ ട്രാൻസാക്ഷൻ വരുന്നത്. ബിഡ് റേറ്റ്, ഡീലർ ബൈസ് അറ്റ് ദിസ് റേറ്റ്, ഡീലർ വാങ്ങുന്ന റേറ്റിനെയാണ് ബിഡ് റേറ്റ് എന്ന് പറയുന്നത്. ആസ്ക് റേറ്റ്, ഡീലർ വിൽക്കുന്ന റേറ്റ് ആണ് ആസ്ക് റേറ്റ്. സ്പ്രെഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡീലേഴ്സ് ഇൻകം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ആണ് ഡീലേഴ്സ് ഇൻകം, ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് ആൻഡ് സ്പ്രെഡ്, അതിന് ആസ്ക് ആൻഡ് ബിഡ്, അതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ദെൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ഫോർ സെക്യൂർ മണി ട്രാൻസ്ഫർ മെസ്സേജസ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ എക്സാമിനേഷനിലേക്ക് വളരെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ 90 days ആണുള്ളത്. ഈ 90 daysലേക്കുള്ള ഒരു ഇന്റൻസ് പ്രിപ്പറേഷനാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഈ ഒരു 90 daysനുള്ളിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഷെഡ്യൂളിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ടെസ്റ്റുകളും PYQസും അതേപോലെ ലൈവ് ക്ലാസ്സസും എല്ലാം ചേരുന്ന ഒരു കോംപ്രിഹെൻസീവ് ബാച്ചാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 90 days ക്രാഷ് ബാച്ച്. സോ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷനെ പറ്റിയും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.